എങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ How പറ്റും? can you be blessed? ഒന്നാമതായി അറിയുക. Know this for first. Proverbs chapter 10:22. Proverbs 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. The blessing of the Lord makes one wealthy. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അതിന്റെ കൂടെ ഒരു ദുഃഖവും ദൈവം കൂട്ടിച്ചേർക്കുന്നില്ല. Amen. The blessing of the Lord makes one wealthy and he add no sorrow with it. Hallelujah. എനിക്ക് തോന്നുന്നത് മലയാളംകാർക്ക് മിസ്സായി പോയി. I think the Malayalis missed it. കാരണം ഞങ്ങൾ മലയാളികൾ ചിന്തിക്കുന്നത് ഒരു കയറ്റമുണ്ടെങ്കിൽ ബ്രദറെ ഒരു ഇറക്കമുണ്ട്. Because Malayalis believe if there is a mountain there will be a valley after that. Amen. ഒരു കഷ്ടതയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഇല്ല, ഇന്ന് ഇത് പൊട്ടണം. ഒരു ദുഃഖവും നിന്റെ അനുഗ്രഹത്തോട് ആഡ് ചെയ്യുകയില്ല. Let that mindset of poverty break and may you be launched into the prosperity of the ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെട്ടാൽ, oh, if you are blessed in your city, നിന്ന നിമിത്തം അനേകർ യേശുവിനെ അറിയാനിടയാകട്ടെ. through you many will know the Lord Jesus Christ. നീ അനേകരെ കർത്താവിന് വേണ്ടി നേടാനിടയാകട്ടെ. You will be able to win people into the kingdom. ഇതിനകത്തിരിക്കുന്ന ചെറുപ്പക്കാർക്കെല്ലാം ദൈവം അങ്ങനത്തെ വാതിലുകൾ തുറക്കട്ടെ. May the Lord open doors for the young people you minister to. അടുത്ത 9 മാസത്തിനകത്ത് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി അത്ഭുത വാതിലുകൾ തുറക്കട്ടെ. May the Lord open the door for the next 9 months that they may come and testify the prosperity of the Lord. ഞാൻ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും പറയാം. Let me tell everyone who is listening to my voice. ദൈവം നിനക്ക് തന്ന ബിസിനസ് നീ നന്നായി ചെയ്യണം. The business that you are doing, ജോലി നീ നന്നായി ചെയ്യണം. do it well. ആത്മാർത്ഥമായി ചെയ്യണം. Do it sincerely. ദൈവം നിന്നെ ഉയർത്തും. And the Lord will promote. അത് മെഡിക്കൽ ഫീൽഡ് ആകട്ടെ, Whether it be medical, ഓഫീസുകളിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, businesses, കൃഷിയാകട്ടെ, agriculture, ദൈവം നിന്നെ അനുഗ്രഹിക്കും. may you be blessed. അതിനുവേണ്ടി നീ ഒരു കുറുക്കു വഴിയും കാണരുത്. Do it righteously and not crooked. അത് നിനക്ക് ഒരു പ്രയോജനം ചെയ്യത്തില്ല. And it will not bring you any return. അല്പസമയത്തേക്ക് ഒരു സന്തോഷം You കിട്ടുമായിരിക്കും. may get a momentary satisfaction. പക്ഷെ ദൈവം നിനക്ക് അനുഗ്രഹിച്ച അല്പം നിന്റെ കയ്യിൽ തന്നാൽ, But if the Lord blesses your little, അതിനെ ദൈവം തന്നെ പൊലിപ്പിക്കും. and you shall overflow. ദൈവം അതിനെ പൊലിപ്പിക്കുമെന്ന കൊരിന്ത്യർ ലേഖനത്തിൽ The പറയുന്നു. Bible says he shall make you bountifully overflowing. മലയാളത്തിലുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. അവളെല്ലാം പൊലിപ്പിച്ചേ പറയത്തുള്ളൂ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ എക്സാജറേഷൻ, എന്ന് വെച്ചാൽ വലുതാക്കിയേ പറയത്തുള്ളൂ. ഇന്ന് പകൽ അതിനേക്കാൾ ഒരു വലിയ ദൈവം നിനക്കുണ്ട്. നിന്റെ ഉള്ള അല്പത്തെ അവൻ പൊലിപ്പിക്കാൻ പോകും. Amen. He is going to bless you with an exaggeration. 5 അപ്പവും 2 മീനും യേശു കൊടുത്തപ്പം പറഞ്ഞില്ല ആദ്യത്തെ ഒരെണ്ണം മാത്രം കൊടുത്തിട്ട് പിന്നെ പകുതി വെച്ച് കൊടുക്കണമെന്നല്ല. അവർക്ക് തൃപ്തി വരുന്നത് പോലെ കൊടുക്കാൻ. തൃപ്തി വരുന്നത് പോലെ. Amen. He blessed the 5 breads and 2 fishes and he did not say to go and borrow up from a catering business. Everyone was abundantly filled. അവസാനം വിളമ്പിയവർക്ക് ചുമട് കൊടുത്ത് നിറച്ച ദൈവം വീട്ട്. And there were 12 basketfuls remaining that the people carried it home. Deuteronomy 8:22 പറയുകയാണ്. Deuteronomy 8:22 says it. അവൻ നിനക്ക് അതിനുള്ള ആരോഗ്യം തരും. Oh, he will keep you healthy to make you പകൽ നിനക്ക് അവൻ ആരോഗ്യം തരും. He will give you good health. കർത്താവിന്റെ വരവ് താമസിച്ചാൽ, if the Lord tarries, അടുത്ത 3 വർഷത്തിനകത്ത് നിന്റെ കുടുംബക്കാർ ഞെട്ടുന്നത് പോലെ, in the next 3 years, in a way that നിന്റെ കുടുംബക്കാർ ഞെട്ടുന്നത് പോലെ, your family will be shocked. അവൻ നിന്നെ ഉയർത്തി മാനിക്കുന്ന ദൈവമാണ്. He will exalt you and ഒരാളുടെ മുമ്പിൽ പോലും നീ തലകുനിച്ച് കരയാൻ അനുവദിക്കത്തില്ല. The Lord will not allow you to bow your head before anybody. നിന്റെ ബാങ്കിൽ ഇരിക്കുന്ന സകല പ്രമാണങ്ങളും നീ തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങളായിരിക്കും. These are the days you will take back the wealth in your bank. നിന്റെ വീടിന്റെ മുമ്പിൽ ഒട്ടിച്ചു വെച്ച ജപ്തിയുടെ നോട്ടീസ് നാട്ടുകാർ കണ്ടില്ലേ? അതേ ദേശത്ത് തന്നെ എന്റെ ദൈവം നിന്നെ വാഹനമേറ്റി നടത്താൻ പോവുകയാണ്. Amen. The Lord will honor you and give you back what belongs to you, even the place where you were. എന്നോട് ചേർന്ന് ഇത് അംഗീകരിക്കുന്നവരുണ്ട്. പറഞ്ഞാട്ടെ, ഞാൻ ദൈവിക അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്നു. Come on, say that with me. I believe in the blessings of the Bible.